വേഗത്തിൽ നമുക്കൊരു വേദഭാഗം കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. Let us read Revelations chapter 22 verse 17. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. This is a familiar portion. ആമേൻ. സ്തോത്രം. നമ്മുടെ ഈ വാട്സാപ്പ് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ ധ്യാനിക്കുന്ന വിഷയമാണ് ദാഹിക്കുന്ന ഏവനും വന്ന് എൻ്റെ അടുക്കൽ കുടിക്കട്ടെ. And from the beginning of the fasting prayer, we have been meditating this. All those who are thirsty, come to me and drink from me. അതുകൊണ്ട് അത് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ദൂത് പറഞ്ഞ് തീരുന്ന വിഷയമല്ലെന്നുള്ളത് എനിക്ക് 20 ദിവസം കൊണ്ട് മനസ്സിലായി. In the past 20 days, I realized that this is not a simple thing that I can finish off in short messages. ആമേൻ. ഈ 21ാമത്തെ ദിവസം ഒരു ചെറിയ ചിന്ത പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. On the 21st day of our fasting prayer, I would like to share from the same portion and pray for you. ആമേൻ. ആത്മാവും മണവാട്ടിയും കേൾക്കുന്നവര് ഒരുപോലെ പറയുന്നൊരു വാക്കാണ് വരിക. The spirit and the bride and all those who are listening to them are saying one thing together. ആരെയാണ് വിളിക്കുക? ദാഹിക്കുന്നവൻ വരട്ടെ. And whom are they calling? They are calling the one who is thirsty. ഇച്ഛിക്കുന്നവൻ ജീവജല സൗജന്യമായി വാങ്ങട്ടെ. And whoever wishes, let him take the free gift of water of life. Praise the Lord. ആമേൻ. ഒരിക്കൽ കൂടെ കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. Let's all praise God. ആമേൻ. സ്തോത്രം. ആത്മാവും മണവാട്ടി ആരാണ്? ദൈവസഭയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ദൂത് പറയുകയാണ് വരിക. The spirit and the bride. Who is the bride? Bride is a church of God, and together with the spirit and the bride, they are giving a call, come. ആമേൻ. സ്തോത്രം. ആത്മാവ് പറയുന്നത് വേണം സഭ പറയാൻ. The church should say what the spirit says. പരിശുദ്ധാത്മാവ് തരുന്നത് വേണം ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടാൻ. The church should reveal what the church is receiving from Holy Spirit. ഇന്നത്തെ ആത്മീയ ഗോളത്തിന്റെ പരാജയം എന്ന് പറയാൻ ആത്മാവൊന്ന് പറയും, സഭ മറ്റൊന്ന് പറയും. ഇന്ന് പകൽക്കാലം ഇവിടെയുള്ള ദൈവസഭയെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവ് പറയുന്നത് തന്നെ മണവാട്ടി പറയണം. The failure of some of the churches is that the spirit will say one thing and the church will say another thing. But today I encourage you, the church should say the same thing that which the spirit is declaring. ആത്മാവ് നിത്യതയെ പറ്റിയാണ് പറയുന്നത്. Spirit is talking about eternal life. ആത്മാവ് മടങ്ങിവരവിനെ പറ്റിയാണ് പറയുന്നത്. Spirit is speaking about returning. ആത്മാവ് കുറവുകളെയാണ് വിളിച്ചു പറയുന്നത്. Spirit is exposing the weaknesses. പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. And Holy Spirit is talking about things that bring us near to God. ആത്മാവ് ഇന്നും സംസാരിക്കുന്നുണ്ട്. Holy Spirit is speaking even now. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ടെന്ന്. Today Holy Spirit is speaking to you. ആത്മാവ് പറയുന്നത് തന്നെ മണവാട്ടി പറയാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകണം. The church should get ready to speak the same thing that which the Holy Spirit is saying. അതിലോട്ട് ദൈവസഭ മടങ്ങി വരണമെന്ന്. The church should return to that. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. Holy Spirit will speak to every single person sitting here. നീ പറയേണ്ട ദൂത, നീ പറയേണ്ട ആലോചന നിന്നോട് ആത്മാവ് പറയുമ്പോൾ മറച്ചു വെക്കാതെ അതുപോലെ പറയാൻ ചിലർ ഇന്ന് പകൽക്കാലം തയ്യാറാകണം. Some of you should get ready to speak openly all those things that Holy Spirit is revealing to you. ഒരു പക്ഷേ കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. At times those who are listening may not be pleased by what they are hearing. ജനം അംഗീകരിക്കത്തില്ലായിരിക്കും. People may not accept it. പക്ഷേ ഒരു പ്രാഗൽഭ്യം അകത്തുണ്ട്. But you have an anointing. ആത്മാവ് പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. It is what Holy Spirit has told me. That is what I am sharing. അങ്ങനെയുള്ള ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ. Such people, such anointed people should rise up among you. സഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. Such anointed people should rise up from you. ആത്മാവും സഭയും ഒരുമിച്ച് ദൂത് പറയുന്ന, ആത്മാവും സഭയും ഒരുമിച്ച് ആലോചന പറയുന്ന ആത്മാവിന്റെ ശുശ്രൂഷ, പുതിയ നിയമത്തിലെ ശുശ്രൂഷ അക്ഷരത്തിന്റെ അല്ലെന്ന് ദൈവാത്മാവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി
തലമുറകളെ ക്ഷണിക്കുകയാണ്, യൗവനക്കാരെ ക്ഷണിക്കുകയാണ്. ആത്മാവും മണവാട്ടിയും ഒരുപോലെ പറയാൻ പോകുകയാണ്. Holy Spirit is inviting generations. Holy Spirit is inviting you to join a ministry where the church is declaring the same thing that the Spirit declares. There is no difference. The church says, the Spirit says only what the Spirit says. Let us come into that ministry which is in aligned with the Spirit of God. ആമേൻ. ആത്മാവും സഭയും ഒരുപോലെ പറയുന്ന ഒരു മെസ്സേജ് ശ്രദ്ധിക്കണം. We should listen to the message that is delivered to us in alignment with the Holy Spirit. എന്താ പറയുന്നത്? What is it saying? വരിക. Come. ഉറക്കെ പറഞ്ഞേ, ഒന്നുകൂടെ ഉറക്കെ പറ. വരിക. Come. ഈ ഒരു വാക്കിന് ഇത്ര ശക്തിയുണ്ടോ? Is there any power in this word? Come. യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ ഇതൊക്കെ വെളിപ്പെട്ടു വന്നതാണ്. In the ministry of Jesus it was revealed. അവൻ നമ്മൾ ഈ ദിവസം ഞാൻ ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വരട്ടെ. These days we have been meditating, all those thirsty come to me. അധ്വാനിക്കുന്ന ഭാരം ചുമക്കുന്നവരായിരുന്നോളെ നിങ്ങൾ എൻ്റെ അടുക്കൽ. All those are weary and tired, come near me. അവൻ ഇന്ന് രാത്രി പകൽക്കാലം ഈ ദൂത സഭ പറയണം. And today the church should also declare the same word. Come. അവൻ ഇവിടെയുള്ള യൗവനക്കാരോട് എല്ലാവരോടും ദൈവാത്മാവ് ഓർപ്പിച്ച നിന്റെ ആദരം തുറക്കണം. അന്ന് നീ പരിശുദ്ധാത്മ പറയുന്നത് പറയാൻ തയ്യാറാകണം. ഈ തലമുറയോട്, ഈ രാജ്യത്തോട്, ഈ നശിച്ചു പോയ ജനത്തോട് കുഞ്ഞ് നീ പറയണം, വരിക. To the youngsters sitting here, to the people who are sitting here, Holy Spirit is encouraging that you should get ready to open your mouth and speak to this nation, speak to this land. Come. അവൻ ഇന്ന് പകൽക്കാലം യേശുവിന്റെ അടുക്കലോട്ട് വരിക, ദൈവസഭയ്ക്കകത്ത് വരിക, ദൈവ സാന്നിധ്യത്തിനകത്ത് വരിക എന്ന് സഭയാണ് ഈ ദൂത് പറയേണ്ടത്. You should get ready to declare that come near to Jesus, come to the church, come to the presence of God. It is a church who should declare this to the nations. ആമേൻ. വെള്ളത്തിന് മീതെ പരിവർത്തിച്ച ആത്മാവിനെ ഉൽപ്പത്തിയിൽ കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ ഒരു വലിയ ഇൻവിറ്റേഷനോട് കൂടി അവസാനിക്കുന്നത് അന്ന് ആത്മാവ് ഉൽപ്പത്തിയിൽ ആത്മാവ് മാത്രമേ ഉള്ളായിരുന്നു. വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ തന്റെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ മണവാട്ടിയും ആത്മാവിനോടൊപ്പം നിന്ന് ഒരേ ദൂത് പറയുന്നു, വരിക. ഈ തലമുറയോട് ഈ കാലഘട്ടത്തിൽ ആമേൻ സഭ പറയേണ്ട ഒരു ദൂതിന് പകരക്കാലം ദൈവാത്മാവ് കൈമാറുകയാണ്. ഭാരമുള്ളവരെ, നശിക്കുന്നവരെ, നിരാശയുള്ളവരെ, രോഗത്താൽ ബന്ധിക്കപ്പെട്ടവരെ, വരിക. In the book of Genesis, in the beginning of creation, we can see the Spirit hovering around the waters. But when we come to the book of Revelation, towards the last chapter, we can see that it is not the Spirit alone. It is the Spirit and the bride, the church that is brought by the blood of Jesus. It is together with the Spirit. The church is declaring, come. അവൻ ഈ വിളി കേൾക്കാൻ ജനം നിൽപ്പുണ്ട്. And there are people longing to listen to this call. നമ്മളാണ് ഈ വിശുദ്ധ വിളി വിളിക്കേണ്ടത്. We are the people who should make this call. ലോകം പാപത്തിലോട്ട്, പബ്ബിലോട്ട്, മയക്കുമരുന്നിലോട്ട്, പാപത്തിലോട്ട് വിളിക്കുമ്പോൾ കൃപ ലഭിച്ച ദൈവവൈതലേ, നീ തന്നെ പറഞ്ഞ പറ്റത്തില്ല, ആത്മാവിനോട് ചേർന്ന് നിന്ന് ഈ ശബ്ദം പരിശുദ്ധാത്മ എംപവർ ചെയ്യുമ്പോൾ സഭ പ്രൊക്ലെയിം ചെയ്യണം, വരിക. When the world is calling these people towards sin, towards the worldly pleasures, when the world is making such a call, it is a church who should, it is you people who should call along with the power of Holy Spirit. You should call this nation, you should call these people, come to Jesus. Hallelujah. ഇന്ന് 21ാമത്തെ ദിവസം ഇവിടെ ഇറങ്ങുമ്പോൾ ഈ ഒരു ദൗത്യം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. കുഞ്ഞിന്റെ അതരം തുറക്കണം, അവൻ നിന്റെ വാ തുറക്കണം. ആത്മാവ് പറയുന്ന ദൂത് പറയണം, വരിക.
ഈ ഇൻവിറ്റേഷൻ നീക്ക് വന്നാലും ഇല്ലെങ്കിലും നിന്റെ നാവിൽ നിന്ന് പുറത്തോട്ട് പോകണം. അവൻ ഭാരപ്പെടേണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്, അവൻ നിന്നെ രക്ഷിക്കുന്നൊരു ദൈവമുണ്ടെന്ന് പറയാൻ ഇതുവരെ അതരം തുറന്നിട്ടില്ലെങ്കിൽ ആത്മാവ് നിന്നെ സഹായിക്കും. ആത്മാവ് നീയും കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ അവൻ വരും, അവൻ വരുമെന്ന്, അവൻ അകത്തു വരുമെന്ന് നീ തന്നെ പറഞ്ഞാൽ കേൾക്കത്തില്ല. എന്നാൽ ആത്മാവ് നീയും കൂടെ ഒരുമിച്ച് ഒരു വ്യക്തിയെ ഉണ്ടാമെങ്കിൽ, ഒരു വ്യക്തിയോട് പറയാമെങ്കിൽ അവൻ വരും, അവൻ വരും. ആ വിളിക്കകത്തു തന്നെ ഒരു ദൈവശക്തി വ്യാപരിക്കും, ആ വിളിക്കകത്തു തന്നെ ഒരു അഭിഷേകം വ്യാപരിക്കുമെന്ന് ഇന്ന് പകൽ യേശുവിന്റെ നാമം ദൈവസഭ ആത്മാവിൽ ഈ ദേശത്തോട് കൽപ്പിക്കുകയാണ്. വരിക, യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെട്ടത് അകത്തു വരട്ടെ, പിന്മാറിയത് അകത്തു വരട്ടെ, നശിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ അകത്തു വരട്ടെ. On the 21st day of this fasting prayer, before you leave, Holy Spirit is entrusting you with a great commission that you should open your mouth. All children, you should open your mouth and declare to your nation, to this land, to the people in this land, come to Jesus. Even if you do not feel bold to do that with your might, with your strength, it is not possible. But along with the Spirit, you can do this. If you are ready to open your mouth and make this call, come to Jesus. If you open your mouth and say this to the nation, then Holy Spirit will work in their heart and bring them to you. Holy Spirit will talk. Holy Spirit will work with you. Praise the Lord. അമിസ്റ്റർ ഇവിടെ പറയുന്നുണ്ട്, ആത്മാവും മണവാട്ടിയും പറയുന്നത് കേൾക്കുന്നവനും. അവൻ ആരെ കേൾക്കുന്നത്? അവൻ സ്തോത്രം കേട്ടവർ അല്ലേ? വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും. അവൻ കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? അവിടുന്ന് പകൽക്കാലം ഈ ദൂത് നിങ്ങൾ ഏറ്റെടുക്കണം. അവൻ സ്തോത്രം ഇവാഞ്ചലിസം ഇല്ലാത്ത ചർച്ചല്ല, ആത്മാക്കളെ നേടാത്ത ചർച്ചല്ലെന്നേ. ദൈവത്തിൻ്റെ ഈ കമ്മീഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അനുസരണക്കേടാ കാണിക്കുന്നേ. നിങ്ങൾ ഒത്തിരി പ്രസംഗമൊന്നും പ്രസംഗിക്കേണ്ട, സ്റ്റേജോ അല്ലെങ്കിൽ സ്ട്രീറ്റോ ഒന്നും വേണ്ട. അമ്മ അടുത്ത് വരുന്ന ഒരാളോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. അംശ പോരുന്നോ എന്ന് ചോദിക്കണം. വരിക, ദൈവസന്നിധിയിലോട്ട് വാ. നിന്റെ ഈ വിഷയത്തിന് പരിഹാരം ഞാൻ സേവിക്കുന്ന യേശുവിൻ്റെ പക്കലുണ്ടെന്ന് ഒരു വാക്ക് നീ പറഞ്ഞു നോക്ക്. ഒന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഇത് പിന്നെ അവസാനിക്കത്തില്ല. ഒന്ന് പറഞ്ഞു തുടങ്ങിയാൽ സ്റ്റാർട്ടിങ് പ്രോബ്ലമേ ഉള്ളൂ. ഒന്ന് നിന്റെ തുറന്ന് അവൻ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നീ ആ ലജ്ജ കൂടാതെ ഭയം കൂടാതെ പറയാൻ തുടങ്ങും. അവൻ നമുക്ക് മാത്രമേ ഈ ഭൂമിയിൽ ഈ ഇൻവിറ്റേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. വരിക. Here you can see in Revelation chapter 22 that the Spirit and the bride together they are making this call, come and let him who have ear, let him who hears come. So we know that faith comes by hearing the word of God, and all those who hear, they will be able to come to God. But we have to open our mouth and we have to declare without any hesitation. We have to declare to this nation, to the people to come. If you are willing to do that, if you have only a starting trouble, if you can overcome that starting trouble, leave it to Holy Spirit, and along with the power of Holy Spirit, if you declare to the people, if you invite people, only we are powerful, only we are commissioned to do this invitation to this nation. If you do that, Holy Spirit will work and bring people. A church who is not working on evangelism, a church who is not gaining people, is not the church of God. It is dead. It is not the church of God. So the church should arise, awake, and start evangelizing and bringing people to the Christ. Evangelism ഒരു ഓപ്ഷണൽ അല്ല കേട്ടോ. Evangelism is not optional. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ വിളി കേട്ടവർ, ഈ സ്നേഹം അനുഭവിച്ചവർ അറിയാതെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വാ സ്ഥാപിക്കുന്നത്.
So all those who have experienced this joy of being in Christ, this joy of salvation, if you have experienced this joy of salvation, our mouth declares what is overflowing from our heart, and we will start declaring this joy of salvation to others. പ്രിയരെ, ഈ ഗോസ്പൽ ഇൻവിറ്റേഷൻ യേശു കർത്താവിൽ നിന്ന് ശരീരമാകുന്ന സഭയിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഓരോ വ്യക്തികളിലൂടെ ഇതിങ്ങനെ പാസ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുക. My dear church, this invitation of salvation, this invitation is being transferred, is coming from the Lord Jesus Christ through the church, through each and every one of you, and it is being forwarded and sent to many people around you. Praise the Lord. ഒരു പക്ഷേ നിങ്ങളായിരിക്കാം ആ വ്യക്തിയെ നിത്യതയിലോട്ട് കൊണ്ടുപോകുവാൻ ദൈവം കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലാസ്റ്റ് കണ്ണി ഒരു പക്ഷേ നിങ്ങളായിരിക്കാം. കുഞ്ഞെ, നീയായിട്ടത് തകർക്കരുത്, ഉടച്ച് കളയരുത്. നിങ്ങളുമായി കണക്ട് ചെയ്യാൻ ദൈവം കണ്ടിരിക്കുന്ന ആരെയോ ഉണ്ട്. നിങ്ങളിലൂടെ രക്ഷപ്രാപിപ്പാൻ ഈ കോൾ വരിക എന്ന് നിന്റെ ശബ്ദം കേട്ടിട്ട് ഓടി വരാൻ ദൈവം അസൈൻ ചെയ്ത ആരൊക്കെ ഉണ്ട്. നീ ശബ്ദം അടച്ചു വെച്ചാൽ, നീ ഇറങ്ങാതിരുന്നാൽ, നീ അതിലൂടെ നിൽക്കാതിരുന്നാൽ അവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ ലാസ്റ്റ് കണ്ണി ഒരു പക്ഷെ നീ ആയിരിക്കും. കുഞ്ഞെ, നീ മൗനമായിട്ടിരിക്കരുത്, ധൈര്യത്തോടെ പറയണം, വരിക. My dear child, you might be the last person in that chain of connectedness to reach that person who is perishing, who needs to know God, whom God has appointed to be redeemed through you. There are people that God has appointed to be redeemed through your words, through your interventions, and you might be that last person to intervene, to talk to that person. So please do not destroy their eternity, the call for eternity of that person. Please do not destroy this chain. If you are opening your mouth and if you are sharing the gospel, then heavens will rejoice and God will be able to complete that chain and bring those people to Christ. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അവസാനം പറയുന്നു, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. സ്തോത്രം. അല്ലെങ്കിൽ ആരോടാണ് പറയുന്നത്? ആരെയാണ് ക്ഷണിക്കുന്നത്? ഇച്ഛിക്കുന്നവൻ, ദാഹിക്കുന്നവൻ വരട്ടെ. എന്താണ്? സൗജന്യമായി കൊടുക്കാൻ ചിലത് നമ്മുടെ പക്കലുണ്ട്. So in the last portion of the verse, it says, those who hear, let them come, and who are vicious, let him take the free gift of water of life. And whom are being invited here, they are being invited to receive this free gift of water of life. And God has given this free gift with us to give to many. സ്തോത്രം. ഈ ജീവജലം പറയാൻ എനിക്ക് എളുപ്പമായിരുന്നു, പക്ഷെങ്കിൽ ഈ ഭാഗം ഞാൻ പറഞ്ഞത് ഒരു വലിയ ദൗത്യമുള്ളത് കൊണ്ടാണ് ഈ ഭാഗം ആദ്യമേ പറഞ്ഞത്. ആത്മാവും സഭയും ഒരുമിച്ച് ദൂത് പറയാൻ തയ്യാറാകണം. It was easy for me to share from the portion for water of life, but God encouraged me. Holy Spirit is pressing me to say that the church and the Spirit, together with the Spirit, the church should declare this, come to Jesus. ഈ വേഗത്തിൽ ആ ജീവജല നദിയോടെ പറഞ്ഞ് ഞാൻ 10 മിനിറ്റിനകത്ത് അവസാനിപ്പിക്കും. Let us quickly move on to the water of life. സ്തോത്രം. നമ്മൾ ഈ ദിവസങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്നതാണ്. We were listening to this all these days. പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പറയുന്നത്. It was about Holy Spirit. 22-ാം അധ്യായം 1-ാം വാക്യം, വെളിപ്പാടിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒരു പളങ്ക് നദി ഒഴുകുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. In the book of Revelations chapter 21, we can see that a river that is flowing from the throne of God, that is clear as crystal. ഇത് പരിശുദ്ധമാണ്, ശുദ്ധമാണ്. This is holy and very refined and clear. 47-ാം അധ്യായത്തിൽ 9-ാം വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ. Let us read Ezekiel chapter 47 verse 9. വെളിപ്പാട് കാണുകയാണ്, ആലയത്തിനകത്തൂടെ നദി ഒഴുകുന്നത്. He is seeing a vision that there is a river that is flowing through the temple. പെട്ടെന്ന് വായിച്ചോ. എന്നാൽ ഈ നദി ചെറുതേക്കൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെയ്യുന്നതൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. ശ്രദ്ധിച്ചേ, ഈ നദിയുടെ പ്രത്യേകത ജീവൻ മടക്കി തരും.
look what is peculiar about this river, that wherever it flows, it will bring back life. ആമേൻ. ശ്രദ്ധിക്കണം, ഇനി ഒരു 10 മിനിറ്റ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണമേ. ആമേൻ. 20 ദിവസമായിട്ട് ഈ ആത്മനദിയുടെ വിഷയം പരിശുദ്ധാത്മാവ് എന്തോ കൃപ തോന്നി ദയ തോന്നി സഭയ്ക്കകത്ത് വെളിപ്പെടുവാനിടയായി തീർന്നു. For the past 21 days, because of some grace of God, this portion of river of life have been revealed to us. ആമേൻ. സ്തോത്രം. ഇത് ആമേൻ. ഇവിടം കൊണ്ട് ഇന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഉപവാസ പ്രാർത്ഥന അവസാനിക്കത്തുള്ളൂ. ആത്മനദിയുടെ ഒഴുക്ക് അവസാനിക്കത്തില്ല. Only the fasting prayer will end today. The flow of the river of life is not going to end today. ആമേൻ. ഇത് ചെന്ന് ചേരണം. It should reach wherever it ഇത് is. ഒഴുകി എത്തണം. It should flow. അത് നീ പ്രാർത്ഥിച്ച് പ്രാപിച്ചോണം. And you should pray and receive ആമേൻ. that. ചലിക്കാത്ത സകല പ്രാണികളും ചലിപ്പിക്കാൻ കഴിയുന്ന ഒന്ന് ഈ ആത്മശക്തിക്ക് മാത്രമേ ഉള്ളൂ. Only this river of life can move all those things that cannot move, all the creatures that are not moving. Only this river can move it. ആമേൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് അവൻ ചത്ത വിശ്വാസിയായിട്ടിരിക്കരുത്. വിശ്വാസത്തിൽ ദൈവകൃപയുടെ അഭിഷേകത്തിൽ ക്ഷീണിച്ചിരിക്കരുത്. ആമേൻ. ഈ ആത്മനദി ചെന്ന് ചേർന്നാൽ, ഇത് നിന്നെ ഒന്ന് തൊട്ടാൽ, നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ, നീ സ്വയമല്ല, ആത്മാവ് നിന്നെ ജീവിപ്പിക്കും, ആത്മാവ് നിന്നെ ശക്തീകരിക്കും, ആത്മാവ് നിന്നെ എഴുന്നേൽപ്പിക്കും. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ജീവൻ മടക്കി തരുന്ന ദൈവാത്മാവ് ചെന്ന് ചേരട്ടെ. എവിടെല്ലാം മരിച്ചിട്ടുണ്ടോ, എവിടെല്ലാം ക്ഷീണിച്ചിട്ടുണ്ടോ, അവിടെ എല്ലാം ഈ ജീവജലത്തിന്റെ നദി ചെന്ന് ചേരുവാ. You should not be a dead believer. You should not sit like this. You should pray earnestly and receive this river of life. If the river of life comes to you, you will start living. You will start having a new life in your journey. All the dead portions, all the dead areas in your life will be renewed, and you will have more life coming into you. All the dead parts in your life will be removed, and you will become more fruitful for the kingdom. Praise the Lord. അവിടെ പറഞ്ഞ ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് വളരെ മത്സ്യം ഉണ്ടാകും. And it says that because this river came there were multitude of fish. ആമേൻ. മത്സ്യം വർദ്ധിക്കണമെങ്കിൽ, ആത്മാക്കൾ നേടണമെങ്കിൽ, ആമേൻ, പുതിയ ചർച്ച് വാങ്ങിച്ചത് കൊണ്ടോ, ആമേൻ, പുതിയ സിസ്റ്റം വന്നത് കൊണ്ടോ, ആമേൻ, പുതിയ ടീം വന്നത് കൊണ്ടോ പറ്റത്തില്ല. ആമേൻ. സ്തോത്രം. ആത്മനദി ഒഴുകേണ്ട പോലെ ഒഴുകിയാൽ, അതിന് മഹത്വം വന്നാൽ, വളരെ മത്സ്യം എണ്ണാൻ കഴിയാത്ത വിധത്തിൽ എവിടുന്ന് വരുന്നെന്നും എങ്ങനെ വന്നെന്നും അറിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചലിപ്പിക്കുമെന്ന് ഇന്ന് പകൽക്ക് ദൈവസഭ വിശ്വസിച്ച് മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായി സഭയ്ക്കകത്ത് ആ ജീവജലത്തിന്റെ നദി ഒഴുകേണ്ട പോലെ ഒഴുകുക. നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില മത്സ്യങ്ങൾ ജീവിക്കട്ടെ. പെരുത്ത മീൻകൂട്ടത്ത് നൽകി തരുന്നത് പോലെ ആത്മനദിയുടെ ഒഴുക്ക്. For the church to grow, for the church to have more people coming to the church, a new team will not bring it, a new sound system will not bring it, a new system will not bring it. Only if the river of life start flowing from the church, only if this river of life flows, a multitude of fish will come to life, and you will see this multitude of fish coming to the church because the river of life is flowing from the church. Praise the Lord. പരസ്യം ഒന്നും വേണ്ട. We don't need advertisements. ഈ നദി ഒഴുകാൻ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. We just have to pray for this river to flow. ഇത് തന്നെ ഒഴുകി വരുമെന്ന്. It will come to us. ഇത് ആരിലൂടെ ഒഴുകണ്ടേ? It should flow through whom? പാർസം ഒഴുകിക്കോളാൻ. It's not just pastor. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരിലൂടെ ഇത് ഒഴുകണം. It should flow through every one of you. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ?
ജീവൻ മടക്കി വരുത്തുന്ന, മത്സ്യത്തെ വർദ്ധിപ്പിക്കുന്ന നദിയാണ്. ആമണി 21 ദിവസമായി പരിശുദ്ധാത്മാവ് മാറി മാറി ദൂത് പറയുമ്പോൾ അതിന്റെ മഹത്വം ഒന്നുകൂടെ മനസ്സിലാക്കി മടങ്ങിപ്പോകാൻ ദൈവവാൻ ഒന്നുകൂടെ ഉണർത്തുകയാണ്. ഇത് ഒഴുകിയേ പറ്റൂ, ഇത് ഒഴുകിയേ പറ്റൂ. ഇതിലൂടെയാണ് ബാക്കി ദൈവസഭയുടെ പണി പരിശുദ്ധാത്മാവ് വെച്ചിരിക്കുന്നത്. When Holy Spirit is encouraging you repeatedly throughout the 21 days of fasting prayer, you should realize that this is the river that brings back life. This is the river that increases the fish, and this river should flow from this church. മറ്റൊരു പ്രത്യേകത, ഇത് ചെന്നിടത്തൊക്കെയും പഥ്യമായി തിരുന്ന് വെച്ചാൽ എല്ലാം ശുദ്ധീകരിക്കപ്പെടും. അഴുക്കനെ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് എല്ലാം എന്ത് ചെയ്യും? വെടുപ്പാക്കി വിശുദ്ധീകരിച്ച് നീതീകരിച്ച്. അല്ലാതെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഒഴുക്കാന്നും പറഞ്ഞ് ഒരു ബോധവുമില്ലാതെ ഒരു പരിജ്ഞാനമില്ലാതെ ആത്മാവിൻ്റെ അതും പറഞ്ഞ് നടക്കുന്ന ഇടപാടല്ല. ഇത് ക്ലിയർ ചെയ്യും, ഇത് തെറ്റിനെ തിരുത്തും, ഇത് പാപബോധം വരുത്തും, മറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തി നിന്നെ ശുദ്ധീകരിച്ചിട്ട് മാത്രമേ ഇത് ജീവൻ വെക്കുവാൻ ഇടയാക്കി തീരത്തുള്ളൂ. Another function of this river of life that we can see is that wherever it flows, wherever it goes, it cleanses, it cleans, it purifies, it refines. And when we pray that Holy Spirit, please revive the life, bring a new life, before bringing that new life, before returning life, it will do a cleansing work, it will do a refining, a sanctification work in our life. സകലവും ജീവിക്കും. And it says everything will come back to life. സകലവും ജീവിക്കും. Let's say together, everything will come back to life. സകലവും ജീവിക്കും. ഈ നദി ഒഴുകിയാ മതി, കൈവെക്കേണ്ട ആരും വരണ്ട, സകലവും ജീവിക്കും. ഇത് ജീവജലത്തിന്റെ നദിയാണ്. ജീവനില്ലാത്തതിന് ഇത് വന്ന് സ്പർശിക്കുമ്പോൾ ജീവൻ ഉണ്ടാകും. ഞാൻ വിശ്വസിക്കുന്നു ദൈവസഭയ്ക്കകത്ത് ആ ഉറവ തുറന്നിട്ടുണ്ട്, ആ ആത്മനദി ഒഴുകുന്നുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് സകലവും ജീവിക്കും. I believe this stream of life has opened up in this church, and when this river of life touches that which is dead, that which is not living, it will come back to life. And this river of life must flow from this church. We don't need someone to lay hands on you. We don't need someone to come and preach to you. If this river of life is flowing out from you, then it will bring back to life many things that were dead. മറ്റൊന്ന്, ഇത് സൗഖ്യം തരും. And the thing, it will heal. 12-ാം വാക്യത്തിൽ അവസാനം വായിക്കുന്നുണ്ട്, അവയുടെ ഇല ചികിത്സയ്ക്കുതകും. And in verse 12 it says the leaves were useful for healing. ഈ നദിക്കകത്ത് എന്തുകൊണ്ട്? നീ അക്കരെ എത്താൻ വരെയുള്ള ആരോഗ്യം എന്ത് തരും ഈ നദിക്കകത്ത് എന്ന് വെച്ചാൽ? എല്ലാവരുടെയും പ്രഷർ, എല്ലാവരുടെയും ഷുഗർ, എല്ലാവരുടെയും ആർത്രൈറ്റീസ് സൗഖ്യമാക്കുന്നല്ല പറഞ്ഞത്. നിന്റെ വേല തികയ്ക്കുന്നിടം വരെ നിന്നെ ഉറപ്പിച്ച് നിർത്താനുള്ള ബലം ഇതിനകത്തുണ്ട്, ഇതിനകത്ത് ശക്തിയുണ്ട്. സമയത്തിന് മുൻപ് നിന്റെ ജഡത്തെ, ശരീരത്തെ ദണ്ഡിപ്പിച്ച് നിന്നെ ഇല്ലാതാക്കാൻ നൂട്ടനായോ വെല്ലുവിളിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ നദിക്കകത്ത് വേല തികയുന്നിടം വരെ ഈ മണ്ണിൽ നിന്നെ ഉറപ്പിച്ച് നിർത്താൻ ജീവശക്തി ഇതിനകത്തുണ്ടെന്നുള്ളത് ദൈവമക്കൾ തിരിച്ചറിയണം. You should realize that this river carries the power of healing that is necessary for you to survive this journey, that is necessary for you to finish your race. Until you finish your race, all those things that are required for your body, for your health, for your healing, this river of life carries it. It has it for you. മറ്റൊരു പ്രത്യേകതയോടെ പറഞ്ഞു നിർത്താം. I'll say one more specialty about it and conclude. നദിക്കിക്കരെ അക്കരെ തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നതുകൊണ്ട് അവ മാസം തോറും പുതിയ ഫലം. ചുരുക്കി പറഞ്ഞാൽ ഈ നദിയുടെ പ്രത്യേകത വളരും, ഫലം കായ്ക്കും. സീസണിലല്ല, എല്ലാ ദിവസവും എന്തായിരിക്കും? ഫലം പുറപ്പെടുവിപ്പിക്കും. Another peculiarity about this river is that on either side of the river trees will grow, its leaves will not wither, and it will bear fruit in season and out of season. So in short, if you are in this river, you will not grow weary and tired, and you will bear fruit regardless of the season. ആത്മാവിന്റെ ഫലം എന്ന് പറഞ്ഞേ, what is the fruit of spirit? പറഞ്ഞേ,
സ്നേഹം ഒന്ന് ഓരോന്നോരോന്ന് പറഞ്ഞാൽ മതി. സ്നേഹം, love, സന്തോഷം, joy, സമാധാനം, peace, എന്തോ ക്ഷമ, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയജയം. ഒന്നുകൂടെ പറഞ്ഞു. ഒന്നുകൂടെ സ്നേഹം. ഒരാൾ എണ്ണിച്ചത്, ഒരാൾ ധൈര്യത്തോടെ ഒരാൾ എണ്ണിച്ചത് പറഞ്ഞു. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം. കയ്യൊന്നും അടിക്കണ്ട. അമ്മേ സ്തോത്രം. ഇത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് 21 ദിവസം കഴിക്കാനാ പറഞ്ഞത്. ഈ 21 ദിവസം എന്നോ സ്നേഹം ആരെന്നറിയാവോ? എൻ്റെ പൊന്നച്ച അമ്മീൻ സ്തോത്രം. അമ്മീൻ തുടങ്ങുന്നതിന് മുന്നേ വരുന്നു. അമ്മീൻ സ്തോത്രം. സ്തോത്രം പറയണ്ട, പാട്ട് പാടണ്ട, ആരാധിക്കുന്നു, ഇങ്ങനെ കത്തി നിൽക്കുകയാ. കഴിഞ്ഞാൽ ആരെങ്കിലും പോകുമോ? അതുമില്ല, ഇങ്ങനെ നിൽക്കുകയാ. പക്ഷെ ഇത് ഇന്ന് ഉച്ചയ്ക്ക് ചോറും കഴിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്ത് ചെയ്യില്ലേ? തീരരുത്. അംശം യഥാർത്ഥ ആത്മാവിൻ്റെ നദിയാണ് ഒഴുകുന്നെങ്കിൽ, യഥാർത്ഥ പരിശുദ്ധാത്മാവാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വരത്തേക്കാൾ കൂടുതൽ ഫലം വേണം. ഫലത്തോട് കൂടിയ വരം വേണം. നിങ്ങൾ പറയുന്നു ഫലത്തോട് കൂടിയ വരം. ഇത് അംശം മാസത്തിൽ ഒന്നല്ല, വർഷത്തിൽ ഒന്നല്ല, എല്ലാ മാസവും 24/7 നീ ഫലം കഴിക്കുന്ന, നീ പ്രയോജനപ്പെടുന്ന, ദൈവത്താൽ പുഷ്ടി പ്രാപിക്കുന്ന ഇതാണ് യഥാർത്ഥ ആത്മനദി, ജീവ ജലത്തിന്റെ നദി നിന്റെ അകത്തൊഴുകാൻ സംഭവിക്കാൻ പോകുന്നത്. When the real river of life runs through you, runs from you, see what happens in your life. What is the fruit of life? All the fruit of life. We can see love, peace, joy, gentleness, kindness. You can see all the fruit of life is going to be produced from you when the river of life flows through you. During the fasting prayer, we could see that people had this love of Holy Spirit, and they were coming early, they were leaving late, they were having good fellowship, and that should not end by the fasting prayer. If the river of life is flowing from you, you are going to experience this. You are going to bear the fruit of Spirit regardless of the fasting prayer, regardless of the season. You are going to demonstrate this fruit in your life, and that is what happens when the river of life flows from you. നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം. Let's close our eyes in prayer. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മനദിക്കകത്താണെങ്കിൽ, അതിൻ്റെ അകത്താണ് നിൽക്കുന്നെങ്കിൽ, കുഞ്ഞു നിന്നെ കാണുമ്പോൾ അറിയാം, മറ്റ് എങ്ങുമില്ലാത്ത ഒന്ന് നീയാകുന്ന വൃക്ഷത്തിൽ വെളുപ്പെട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ദേശം പറയും, ഇവനാ ആ നദീതീരത്ത് തന്നെ നിൽക്കുന്നത്. If the river of life, if you are remaining in the river of life, when people look at you, the tree, they will see fruit that no other tree bears. They will see something special in you, and the people who are looking at you will say that you are standing at the bank of the river of life. അതുകൊണ്ട് ഈ ജീവജല നദി സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. So this river of life is given freely. അമ്മ വചനം പറഞ്ഞു, കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. The word of God says all those who are invited for the wedding of the Lamb of God are privileged. അമ്മ ശ്രദ്ധിച്ചേ, അത് ക്ഷണിച്ചത് ആരോ ക്ഷണിച്ചത്, ആ കോൾ ആരോ കൊടുത്തതാ, ആരോ വിളിച്ചതാ. ഇന്ന് പകൽ പ്രിയരെ, നമ്മൾ നിത്യത ചെല്ലുമ്പോൾ സ്വർഗം പറഞ്ഞാൽ, നീ അന്ന് ചുമ്മാതെ ബസ്സായിരുന്നപ്പോൾ, ഡ്യൂട്ടിക്കിടയിൽ സംസാരിച്ചപ്പോൾ, വന്ന വഴിക്ക് ചുമ്മാതെ പറഞ്ഞതല്ലേ, ആ വിളിയാണ് ഇന്ന് ഇവനെ നിത്യതയിൽ എത്തിച്ചെന്ന് അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. സൗജന്യമായി കൊടുത്തത്, സൗജന്യമായി തന്നത്, സൗജന്യമായി കൊടുക്കുവാൻ ദൈവസഭയുടെ മേൽ ഒരു ഉത്തരവാദിത്തം 21ാമത്തെ പകലിൽ ദൈവാത്മാവ് ഏൽപ്പിക്കുക. ആത്മാവും മണവാട്ടിയും ഒരുപോലെ പറയട്ടെ, വരിക, സൗഖ്യമാക്കുന്ന, ജീവൻ പകരുന്ന, ഫലം തരുന്ന ജീവജലത്തിന്റെ നദി കുടിപ്പാൻ ദാഹിക്കുന്നവരെ വിളിക്കുവാൻ ഇന്ന് പകൽക്കാലം ആത്മാവ് സഭയ്ക്ക് ഈ ദൂത് കൈമാറുകയാണ്.
My dear church, in the wedding of the bridegroom, you can see that all those who have come are invited. They came because they received an invitation. So to come to Jesus, to come to the faith, you need to invite people. You have that opportunity to invite while you are working in your schools, in your uni, in your normal conversation. If you make this invitation, if you make that message or a call to people, people will remember this. And that will be the reason for their invitation to come. And if you surrender before God for this mighty purpose, He is ready to make this river flow from you and reach out to many and bring back life. ഒരു കുഞ്ഞ് അങ്ങ് ചെല്ലുമ്പോൾ മാത്രമേ നേടിയത് എന്തെന്നറിയത്തുള്ളൂ. My dear, only when you reach eternity, you will realize what you have gained. ആമേൻ. ശ്വാസത്തോടത്തോളം കാലം പറയണം വരിക. If you have that faith all the days of your life, you say, come. താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ആമേൻ. കർത്താവായ യേശുവേ, വേഗമാണ്. രണ്ട് കാര്യം നമ്മൾ പറയണം. ഒന്ന്, സൗജന്യമായി കുടിക്കാൻ വാ. രണ്ട്, എൻ്റെ കർത്താവേ നീ വേഗം വരണമേ. ആത്മാവും മണവാട്ടിയും ഒരുപോലെ പറയുന്ന ഈ ദൂത് ഇന്നിപ്പോൾ എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റും? കർത്താവേ, എൻ്റെ അതരത്തെ, എൻ്റെ ജീവിതത്തെ വിട്ടുതരികയാണ്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് തിരുവെടുത്ത് അവസാനിക്കുമ്പോൾ, ബൈബിൾ അടച്ചു വെക്കുമ്പോൾ അവസാനം ആത്മാവ് ഇറങ്ങി വന്ന് പറയുകയാണ്. ആത്മാവും മണവാട്ടിയും ഒരുമിച്ച് പറയുകയാണ്, വരിക വരിക വരിക. ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ആമീൻ ആമീൻ ആമീൻ, എന്നെ അതിനായിട്ടൊന്ന് ഉപയോഗിക്കണമേ, എന്നെ അതിനായിട്ടൊന്ന് ശക്തീകരിക്കണമേ. ഈ കല്യാണ സദ്യയ്ക്ക് ഞാൻ മുഖാന്തരം ചിലരോട് ഒന്ന് കടന്നു വരുവാൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്ന എല്ലാം പ്രാർത്ഥിച്ച് കർത്താവേ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. There are two things that we need to say, come. We should say along with the Holy Spirit to the people, come. We should give that invitation. And we should also tell to Jesus, come Lord, come Lord. And if you are ready to surrender, if you are ready to give yourself, if you are ready to let yourself go and allow the Holy Spirit to take control of your life, if you allow the Holy Spirit to work through you, to flow through you, then Holy Spirit is ready to invite many through you. If you surrender for the work of God to be used by the God, if you are ready to give up your control, then Holy Spirit is ready to work through you to invite many so that they can come for the wedding. They can come for the wedding of the bridegroom and they can be there by receiving the invitation through you. ഒരാത്മാവിനെ നേടാൻ ഇന്ന് രാത്രി ഈ പകൽ എത്ര ഒരാത്മാവിനെ കർത്താവേ, ഞാൻ അങ്ങ് വരുമ്പോൾ ഒത്തിരി ഒരാത്മാവിനെങ്കിലും നേടാൻ എന്നെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കണം. മാത്രം ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവേ, ഒരാത്മാവിനെയെങ്കിലും എൻ്റെ ജീവകാലത്ത്, എൻ്റെ കാലഘട്ടത്തിൽ ഒരാത്മാവിനെയെങ്കിലും നേടാൻ കർത്താവേ എന്നെ ഉപയോഗിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കാമോ? Please pray. Please pray if you have this desire, that God, I want to gain at least one soul in my life. I want to gain at least one soul. If you have that desire, please surrender yourself and pray to God Almighty. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. My dear children, God gave His only Son so that no one will perish but receive the eternal life. The joy that we experience today is because our Lord Jesus Christ was destroyed and suffered for us. നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് എൻ്റെ കർത്താവ് തകർക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്തത്. Because He loved us, He was willing to go through that suffering. ആമേൻ സ്തോത്രം. ആമേൻ. ദൈവത്തിന് പുത്രൻ ഉറപ്പുണ്ട്, ഞാൻ പോയാലും ആമേൻ പരിശുദ്ധാത്മാവും എൻ്റെ മണവാട്ടിയും എൻ്റെ മിഷൻ ഞാൻ ഏൽപ്പിച്ച് ചെയ്യുമെന്നുള്ള ഉറപ്പോടുകൂടെയാണ് ആ കാൽവറിയിൽ അവൻ പരമയാഗമായി തീർന്നത്.
It was with this confidence that Jesus became the sacrifice on the cross, that even if I become the sacrifice for these people, the Holy Spirit who will come after me, the Holy Spirit along with these people will complete the mission, and they will be gained for the kingdom of God. അന്ന് ഒരു യേശു ദൈവരാജ്യം പ്രസംഗിച്ചെങ്കിൽ ഇന്ന് ലോകത്തിന്റെ 5 വൻകരകളിൽ അനേകർ ഈ ദൈവരാജ്യത്തെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. If there was one Jesus who preached the kingdom of God in that time, now we can see that in all the continents of the world there are many hundreds and hundreds of people preaching the word of God, preaching gospel. There are many Jesuses walking on earth now. അവൻ ഈ ഇൻവിറ്റേഷൻ കോൾ അനേകർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Many are sharing this invitation to others. ഈ കാലത്ത് നീ മിണ്ടാതിരിക്കരുത്. And in this era you should not be silent. കുഞ്ഞേ, നിന്നെ വില കൊടുത്തു വാങ്ങിയതാണ്. You are brought with a price. അവൻ വെള്ളി പൊന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവിന് നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊടുത്ത് അവൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ കുഞ്ഞേ, നിന്നിലൂടെ ഈ ശബ്ദം കേൾപ്പാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. വരിക. It is not with gold or silver or things that are perishable that you were brought. You were brought by the blood of Jesus. If you are brought with the blood of Jesus, you should surrender before this, and you should be ready to extend this invitation to others and say, come to Jesus. അവൻ പടയാളികൾ അവനെ പിടിച്ച്, ആമേൻ സ്തോത്രം, കള്ള സാക്ഷികൾ അവന്റെ നേരെ എഴുന്നേറ്റ് അവന്റെ നേരെ പല്ല് കടിച്ച് അവന്റെ മുഖത്ത് തുപ്പി അവന്റെ രോമങ്ങൾ പിഴുതെടുത്തപ്പോൾ മിണ്ടാതെ നിന്നത് കർത്താവിന് അറിയാം. അടുത്തൊരു തലമുറ ശബ്ദിക്കാൻ പോകുകയാ, അടുത്തൊരു തലമുറ വാ തുറക്കാൻ പോകുകയാ. അതുകൊണ്ട് അവൻ അല്പസമയത്തേക്ക് മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ ഊമനായിരിക്കുകയാണ്. When the soldiers captured him, when they tortured him, when they grind their teeth and spit on his face, he remained silent because he knew that there is a generation coming after him who is going to declare the gospel and who is going to extend this invitation to others. അവന്റെ വിലാപ്പുറങ്ങൾ അടിച്ച് ഹല്ലേലൂയ ഉഴുവചാലുകൾ പോലെ കീറി മുറിച്ച് രക്തം ധാരധാരെ ഒഴുകുമ്പോൾ അവൻ മിണ്ടാതിരുന്നത് അവൻ അറിയ ഒരു തലമുറ ആദരം തുറക്കുന്ന യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു തലമുറയെ ആത്മാവിൽ കണ്ടിട്ട് അവൻ യാതന വേദന മുഴുവൻ സഹിക്കുകയായിരുന്നു. When he was tortured, when his body was plowed, when his blood was flowing from the body through those deep cuts and deep wounds, he was silent because he knew that there is a generation coming after him who is going to raise their voice for the kingdom of God, who is going to share gospel for the glory of God. അവന്റെ തലയിൽ മുള്ളാണികൾ അടിച്ച് അവന്റെ തലയോട് തകർക്കപ്പെടുമ്പോൾ മൗനമായി സഹിച്ചത് അവൻ അറിയാം. യേശുവിനെ മാത്രം ചിന്തിക്കുന്ന, യേശുവിനെ മാത്രം സ്നേഹിക്കുന്ന അവന്റെ വക്താക്കളെ വെളിപ്പാടുകൾ കൊണ്ട് നിറഞ്ഞ് ആലോചന പ്രാപിച്ചെഴുന്നേൽക്കുന്ന ഒരു തലമുറയെ കണ്ടിട്ട് അവൻ മൗനമായി സഹിക്കുകയായിരുന്നു. When the crown of thorns were forced upon his head, which broke his skull, he remained silent because he knew that there is a generation coming up who is going to worship him, who is going to worship the Lord Almighty and serve for the kingdom of God. അവന്റെ കൈകാലുകൾ ആ പച്ച പൈൻമരി കുരിശിൽ വിരിച്ച് മൂന്നാണികൾ അടിക്കപ്പെട്ട് ആമേൻ സ്തോത്രം ദേശത്തിന് നടുവിൽ അവൻ തൂക്കപ്പെടുമ്പോൾ അവൻ പറഞ്ഞൊരു വാക്കുകൊണ്ട് സകലവും നിവർത്തിയായി. When his hands were spread on the cross and his hands and feet were nailed on the cross, while going through that severe pain, he declared one thing: everything has been fulfilled. Hallelujah. അവൻ രക്ഷയ്ക്ക് വേണ്ടത് മുഴുവൻ കാൽവറിയിൽ ചെയ്തു കഴിഞ്ഞു. He has done everything that is necessary for salvation. ഇനി ബാക്കിയൊന്നുമില്ല പ്രിയരേ. Now there is nothing left, my dear. ഇത് ഒരുവനോട് പറയുമ്പോൾ ആ വിടുതൽ അവരിലോട്ട് സംഭവിക്കുകയാണ്. When you say this to another person, they are also going to receive that deliverance. വർഗമില്ല, വർണ്ണമില്ല, സ്ത്രീ എന്നില്ല, പുരുഷനില്ല, ആരും വിശ്വസിക്കുന്നു അവൻ രക്ഷ പ്രാപിക്കത്തക്ക രീതിയിൽ എന്റെ കർത്താവ് ഏകയാഗമായി പരമയാഗമായി തീരുകയാണ്.
There is no caste, creed, race, or gender, regardless of any of those. When you share this word of God, when you share the gospel to them, they are going to be part of the kingdom. യേശു പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. Jesus said, the one who eats me will live through me. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ രക്ഷാദാനത്തിനായിട്ട് ഒരു നിമിഷം എല്ലാവരും നന്ദി പറഞ്ഞാട്ട്. Let us give thanks for this salvation that he has given us. ഹൃദയത്തിൽ നിന്ന് ആമേൻ സ്തോത്രം. കർത്താവ് സഹിച്ച യാതനകൾ, വേദനകൾ, പങ്കപ്പാടുകളൊക്കെ ഓർത്ത് ഹൃദയം നിറഞ്ഞൊരു നിമിഷം കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. Wherever you are standing, please meditate on the sufferings that our Lord Jesus Christ has taken upon the cross, the pain he has took to save us. Meditate on this and give thanks to God Almighty. കർത്താവേ, എന്നെ തേടി വന്നതിനായി സ്തോത്രം. I thank God for coming in search of എന്നെ me. രക്ഷിച്ചതിനായി സ്തോത്രം. I thank you for saving me. എന്നെ നീതീകരിച്ചതിനായി സ്തോത്രം. I thank you for justifying me. രക്തം ഒഴിച്ചെന്നെ ശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം. I thank you for sanctifying me by pouring എനിക്ക് out വേണ്ടി your വേദന blood. സഹിച്ചതിനായി I സ്തോത്രം. thank you for taking all this pain for me. എനിക്ക് വേണ്ടി മൗനമായിരുന്നതിനായി സ്തോത്രം. I thank you for being silent for me. കർത്താവേ, ഇന്ന് മുതൽ ഞാൻ അങ്ങേക്ക് വേണ്ടി സംസാരിക്കും. Our Father, from today onwards, I will start speaking for you. ഞാനും ആത്മാവും കൂടെ ഒരുമിച്ച് പറയും, വരിക. I, along with the Spirit, I will say, we will say, come. ഈ ഇൻവിറ്റേഷൻ ഞാൻ കൊടുക്കും കർത്താവേ. I will give this invitation. ഈ കല്യാണത്തിന്, കുഞ്ഞാടിന്റെ കല്യാണത്തിന് ഞാൻ ക്ഷണിക്കും. I will invite people to the wedding of the Lamb. ആമേൻ. ദൈവത്തിന്റെ സ്നേഹം ഉള്ളിൽ നിറഞ്ഞവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. All those who are filled with the love of God, I request you to pray now. യോഗ്യതയുണ്ടായിട്ടല്ല, വിശുദ്ധനായിട്ടല്ല, വിശ്വസ്തനായിട്ടല്ല, കൃപ തോന്നി, കരുണ തോന്നി, ദയ തോന്നി നിന്നെ വിളിച്ച് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഈ കർത്താവിന്റെ സ്നേഹത്തെ ആത്മാവിൽ ധ്യാനിച്ച് നമുക്ക് ഒരു നിമിഷം കർത്താവിന്റെ മഹത്വം കരേറ്റാവല്ലോ. It is not because I had any privileges or eligibilities, but just because of grace, just because of His mercy that I received the salvation. Let us meditate this grace that is poured upon us, this salvation that God has given to us. Let us meditate it